നമസ്കാരം. ചേതന FM 90.8ന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോക വിറ്റ്ലിഗോ ഡേ. അപ്പം ഈ ഒരു ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിഖില കെ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. സെൻറ്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ പരുമല ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റാണ് ഡോക്ടർ നിഖില. മാം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. അപ്പം ഈ ഒരു ഡേ വിറ്റ്ലിഗോ ഡേ, അതായത് വെള്ളപ്പാണ്ട്. അപ്പം എന്താണ് വെള്ളപ്പാണ്ട് എന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വിറ്റ്ലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു അസുഖമാണ്. എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. ചർമ്മത്തിൽ വെളുത്ത പാടുകൾ, വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്കിൻ ഡിസീസാണ് വിറ്റ്ലിഗോ. നമ്മുടെ ചർമ്മത്തിന് നോർമലി നിറം നൽകുന്ന കോശങ്ങളാണ് മെലനോസൈറ്റ്സ്. ഈ മെലനോസൈറ്റുകൾക്ക് നാശം സംഭവിക്കുമ്പോഴാണ് അവിടെ ഇത്തരത്തിലുള്ള വെള്ളപ്പാടുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് ബേസിക്കലി വിറ്റ്ലിഗോയുടെ കാരണം. ഓക്കെ മാം, അങ്ങനെയാണെങ്കിൽ ഈ ജൂൺ 25 എന്തുകൊണ്ടാണ് വിറ്റ്ലിഗോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മൈക്കിൾ ജാക്സനെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ മൈക്കിൾ ജാക്സൺ അന്തരിച്ച ദിവസമാണ് ഈ ജൂൺ 25. മൈക്കിൾ ജാക്സന് വിറ്റ്ലിഗോ ഉണ്ടായിരുന്നു. അപ്പം അതും അദ്ദേഹത്തോടുള്ള ഒരു ആദരസൂചകം കൂടിയായി അതുമായും കൂടെ കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ദിവസം തന്നെ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ മാം, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ പലർക്കും ഉള്ളൊരു ചിന്താഗതിയാണ് ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത് ഒരു പകരുന്ന രോഗമാണ് എന്നുള്ളത്. അത് ശരിയാണോ? ഇത് വളരെ എല്ലാവരും വെച്ച് പുലർത്തുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി വിറ്റ്ലിഗോയെ കുറിച്ച് മാത്രമല്ല, ഒട്ടുമിക്ക സ്കിൻ ഡിസീസിനെ കുറിച്ചും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് അതൊക്കെ പകരുന്നതാണ് എന്നുള്ളത്. അത് 100% തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. വിറ്റ്ലിഗോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെയുള്ള മെലനോസൈറ്റുകൾക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ അവ നശിച്ചു പോകുമ്പോഴാണ് വിറ്റ്ലിഗോ ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ തന്നെ ബോഡിയിലെ ചില കോശങ്ങൾ നമ്മുടെ ഈ മെലനോസൈറ്റുകൾക്ക് എതിരെ ആക്ട് ചെയ്ത് ആ മെലനോസൈറ്റുകൾ നശിച്ചു പോകുമ്പോഴാണ് ഈ വിറ്റ്ലിഗോ ഉണ്ടാകുന്നത്. അതൊരു രീതിയിലും നമ്മുടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. നമ്മൾ സ്പർശിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അടുത്തിടപഴകുന്നത് കൊണ്ടോ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയില്ല. പകരുന്ന രോഗമല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പം സാധാരണ ജനങ്ങൾക്കുണ്ടാവുന്നൊരു സംശയമാണ്, ഇത് ജനിതകപരമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഉണ്ടാകുമോ, എനിക്കുണ്ടെങ്കിൽ എൻ്റെ മകൾക്കുണ്ടാകുമോ എന്നുള്ളൊരു സംശയം. അതിനെക്കുറിച്ച് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? ഈ പാരമ്പര്യത്തിന് വിറ്റ്ലിഗോയിൽ വലിയ റോൾ ഇല്ല ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ചില പേഷ്യൻസിനോട് നമ്മൾ ഹിസ്റ്ററി ചോദിച്ചു വരുമ്പോൾ അവർക്ക് പാരൻസിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു വളരെ ചെറിയൊരു ശതമാനത്തിൽ മാത്രമേ ഈ ഒരു പാരമ്പര്യം നമ്മൾ കാണാറുള്ളൂ. ജനറ്റിക് ഫാക്ടേഴ്സ് ഇൻവോൾവ് അല്ല എന്നല്ല, ചില ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അത് വളരെ ലിമിറ്റഡ് ആണ്. അതായത് മെയിനായിട്ട് നമ്മളിപ്പോൾ പറയുകയാണ് വിറ്റ്ലിഗോ ഒരു പാരമ്പര്യമായിട്ട് വരുന്ന ഒരു രോഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതായത് ഒരാൾക്കുണ്ടെങ്കിൽ അടുത്ത എൻ്റെ മക്കൾക്ക് എന്തായാലും വരും എന്ന് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്കുണ്ടെങ്കിൽ അടുത്ത തലമുറയെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ വരാം, ഇതൊന്നും ഇല്ലാതെയും വരാം. നമുക്ക് പാരമ്പര്യമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ വിറ്റ്ലിഗോ ഉണ്ടാവാം. ഓക്കെ, അപ്പം നമുക്ക് ഈ വിറ്റ്ലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ, ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് മേ ബി ഇതാവാം എന്ന് പറയാൻ പറ്റുമോ? വിറ്റ്ലിഗോയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെയുള്ള വെള്ളപ്പാടുകളാണ്. എന്ന് വെച്ചാൽ എല്ലാ വെള്ളപ്പാടുകളും വെള്ളപ്പാണ്ടല്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചർമ്മത്തിൽ ഇതുപോലുള്ള എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള പാടുകൾ, വെളുത്ത പാടുകൾ കാണുമ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഡെർമറ്റോളജിസ്റ്റ് നോക്കി അസസ് ചെയ്തിട്ടാണ് അത് വിറ്റ്ലിഗോ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് വിറ്റ്ലിഗോ മിമിക്കേഴ്സ് ഉണ്ട്. നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻസ് ആവട്ടെ, അല്ലാതെയും പല കണ്ടീഷൻസിലും ഇതുപോലുള്ള പാടുകൾ വരാം. അപ്പോൾ ഒരു പാട് കണ്ട ഉടനെ നമ്മൾ ഭയക്കേണ്ടതില്ല, പക്ഷേ നിർബന്ധമായിട്ടും അത് കൺസൾട്ട് ചെയ്യണം. കാരണം ഇത്തരം അസുഖത്തിന്, ഈ വിറ്റ്ലിഗോയ്ക്ക് നമ്മുടെ അവിടെ ചൊറിച്ചിലോ അല്ലെങ്കിൽ വേദനയോ അല്ലെ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളോ ഉണ്ടാവണം എന്നില്ല. ജസ്റ്റ് ഒരു പാട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ആദ്യം കൺസൾട്ട് ചെയ്യുക. പിന്നെ ഇത്തരം പാടുകളിൽ നമ്മുടെ ഈ വെളുത്ത പാട് എന്നതിന്റെ പുറമെ അവിടെയുള്ള രോമങ്ങൾ കൂടി വെളുത്തതാവുകയാണെങ്കിൽ, വെള്ള രോമങ്ങൾ കൂടെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ സജസ്റ്റീവ് ആണ്, കുറച്ചുകൂടെ വിറ്റ്ലിഗോ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഈ വെള്ളപ്പാടെന്നുള്ളത് നമുക്ക് പല രീതിയിൽ വരാം. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ 1-2 പാടുകളായിരിക്കും. ഒരു കയ്യിലോ കാലിലൊക്കെ 1-2 പാടുകളെ കാണുള്ളൂ. ചിലർക്ക് ദേഹം മുഴുവനായിട്ട് പാടുകൾ
പെട്ടെന്ന് കുറേ പാടുകൾ അങ്ങ് പ്രത്യക്ഷപ്പെടുന്ന ടൈപ്പ് ഉണ്ട്. ചിലർക്ക് ചുണ്ടിൽ മാത്രം വരുന്ന ടൈപ്പ് ഉണ്ട്, ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ മാത്രം വരുന്ന ടൈപ്പ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ പ്രസന്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണേലും നമ്മുടെ സ്കിന്നിൽ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പാട് കാണുമ്പോൾ അത് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം നമ്മൾ ഈ വെള്ളപ്പാണ്ടിൻ്റെ കാര്യത്തിൽ ചില ആളുകൾ പറയുന്നേക്കാം പഴകും തോറും ഈ രോഗം ചികിത്സിക്കാൻ ഭയങ്കര പാടാണ് എന്നുള്ളത്. അതിലെന്തുമാത്രം സത്യമുണ്ട്? പഴകുന്തോറും, അതായത് നമ്മളിപ്പോൾ വിറ്റ്ലൈഗോയുടെ ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ പോലും ഇന്ന മരുന്ന് എന്ന് എല്ലാവർക്കും ഒരേ മരുന്ന് എന്നുള്ളതല്ല. നമ്മൾ ഓരോ രോഗിയെയും അവരുടെ രോഗത്തെയും ഒക്കെ അസസ് ചെയ്ത് അതിനനുസരിച്ചാണ് മരുന്നുകൾ തീരുമാനിക്കുന്നത്. നമ്മൾ എല്ലാ അസുഖവും പോലെ തന്നെ നമ്മൾ എത്ര നേരത്തെ നമ്മളതിനെ ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നു അത്രയും എളുപ്പമായിരിക്കും, ട്രീറ്റ് ചെയ്യാനും അത്രയും എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പം വെള്ളപ്പാണ്ടിന് ട്രീറ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ട്രീറ്റ്മെന്റ് ഉണ്ട്, അത്യാവശ്യമാണ് എന്നതിൽ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ആക്ച്വലി ഇന്നുള്ള ഒരു പ്രശ്നം വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട് വിറ്റ്ലൈഗോയ്ക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാത്തൊരു അസുഖമാണ്, വെള്ളപ്പാണ്ട് വന്നാൽ ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ളത്. അങ്ങനെയല്ല, ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്കിന്നുണ്ട്, പല തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് വെള്ളപ്പാണ്ടിനുള്ളത് എന്ന് പറയാനാണ് നമ്മൾ വന്നത്. സോ നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിക്കാം, വെള്ളപ്പാണ്ടിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്? ഞാൻ പറഞ്ഞതുപോലെ ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഒരു ഫിക്സഡ് ഒരു റെജിമൻ അല്ല. നമ്മൾ ഓരോ പേഷ്യന്റിനെയും നോക്കി ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത്. അതായത് ഈ വിറ്റ്ലൈഗോ നമ്മൾക്ക് ചെറിയ കുട്ടികൾക്ക് വരാം, പ്രായമായവർക്ക് വരാം. അപ്പം നമ്മുടെ പേഷ്യന്റിന്റെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. പിന്നെ ഏത് തരത്തിലുള്ള വിറ്റ്ലൈഗോ ആണ് എന്നുള്ളതും കൂടെ നോക്കണം. അതായത് ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ 1-2 പാടുകൾ വരും, അത്രേ കാണുള്ളൂ. അപ്പൊ അത്തരം പാടുകൾക്ക് നമുക്ക് പുരട്ടാനുള്ള മരുന്നുകൾ മതി. ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സ്, ടാക്രോലിമസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പലതരത്തിലുള്ള പുരട്ടാനുള്ള ലേപനങ്ങളുണ്ട്, അവർക്കത് മതിയാകും. എന്നാൽ ചില ആൾക്കാർക്ക് പുതിയ പാടുകൾ വന്നുകൊണ്ടിരിക്കുക, അതായത് ആക്റ്റീവായിട്ടുള്ള അസുഖമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകൾ കൊടുത്ത് ആ അസുഖത്തെ സ്റ്റേബിൾ ആക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശം. അതിന്റെ കൂടെ നമ്മൾ പുരട്ടാനുള്ള മരുന്നുകളും ബാക്കി നിറം തിരിച്ചു കൊണ്ടുവരാനുള്ള മെഷേഴ്സും കൂടെ എടുക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ, അതായത് നമ്മൾ ഈ പറഞ്ഞ പുരട്ടാനുള്ള മരുന്നുകളുണ്ട്, ഉള്ളിലോട്ട് കഴിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്, പിന്നെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫോട്ടോതെറാപ്പി എന്ന് പറയുന്നത്. ഇതും കൂടാണ്ട് നമ്മൾക്ക് വിറ്റ്ലൈഗോ സർജറീസ് ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള പല ലെവലിലുള്ള ട്രീറ്റ്മെന്റുകൾ ഇന്ന് വിറ്റ്ലൈഗോയ്ക്ക് അവൈലബിൾ ആണ്. ഓക്കെ. നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുത്താൽ എത്ര കാലത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ഈ ഒരു അസുഖം മാറി നമ്മുടെ സ്കിൻ പഴയതുപോലെയാകും? അങ്ങനെയും അതിനും ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ കോശങ്ങൾ നശിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ തിരിച്ച് നോർമൽ ആകുക എന്ന് വെച്ചാൽ അവിടെ നോർമൽ കോശങ്ങൾ അവിടെ തിരിച്ച് വരുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തണം. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അത് പേഷ്യന്റിന്റെ ഏജ്, ബാക്കി ഹെൽത്ത് കണ്ടീഷൻ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്യും. അതുപോലെ അസുഖത്തിന്റെ ആക്ടിവിറ്റി, ഒരാളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് ആയിട്ടുള്ള അസുഖമാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ആദ്യം നിർത്താൻ നമുക്ക് പറ്റണം. എന്നിട്ട് നമ്മൾ അതിനെ റീപിഗ്മെന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചില സൈറ്റുകളുണ്ട്, അതായത് ഇപ്പൊ ചുണ്ടിൽ വരുന്ന, അത് ഒത്തിരി കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, ചുണ്ടിൽ വരുന്ന വിറ്റ്ലൈഗോ, പിന്നെ വിരലുകളുടെയൊക്കെ അറ്റത്ത് വരുന്ന വിറ്റ്ലൈഗോ. ഇതൊക്കെ ട്രീറ്റ് ചെയ്ത്, അതായത് മെഡിസിൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ ഇച്ചിരി പ്രയാസമായിട്ടുള്ളതാണ്, കൂടുതൽ നാളെടുക്കും. ചിലപ്പോൾ നമ്മുടെ മരുന്നുകൾ കൊണ്ട് മാത്രം അവിടെ പിഗ്മെന്റേഷൻ തിരിച്ചു വന്നില്ല എന്നും വരും. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റും ട്രീറ്റ്മെന്റ് ഡ്യൂറേഷനും എല്ലാം ഇരിക്കുന്നത്. ഓക്കെ. മാം ഇപ്പോൾ പറഞ്ഞു ഈ വെള്ളപ്പാണ്ട് വരാനുള്ള ഒരു കാരണം നമ്മുടെ ആ ഭാഗത്തെ കോശങ്ങൾ നശിച്ചു പോകുന്നതാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രായം ചെല്ലുന്നതാണോ, അതായത് പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇത് കുട്ടികളിലും വരാം. പ്രായവുമായി ഈ വിറ്റ്ലൈഗോയുടെ പെത്തോജൻസിനോ അസുഖം വരുന്നതിനോ പ്രത്യേകിച്ച് ബന്ധമില്ല, ഏത് ഏജ് ഗ്രൂപ്പിലും വരാം. കുറച്ചുകൂടെ നമ്മളൊരു 30s-ലും 40s-ലും ഒക്കെ കൂടുതലായിട്ട് ഇത് കാണാറുണ്ട്. അപ്പം ഏജ് എന്നുള്ളത് ഒരു ഫാക്ടർ അല്ല അസുഖം വരുന്നതിന്. ഓക്കെ. അപ്പം മാം നേരത്തെ പറഞ്ഞതിനകത്തൊരു മെൻഷൻ ചെയ്ത പോയിന്റാണ് ഫോട്ടോതെറാപ്പി ചികിത്സാ രീതിയിൽ. അപ്പം നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഈ ഫോട്ടോതെറാപ്പി എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഫോട്ടോതെറാപ്പി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലൈറ്റ് അടിച്ചിട്ടുള്ള ചികിത്സ, ലൈറ്റ് കൊണ്ടുള്ള ചികിത്സയാണ്. അതായത് നമ്മുടെ ഈ സൂര്യപ്രകാശത്തിൽ തന്നെ നമുക്കറിയാം അൾട്രാവയലറ്റ് എ, അൾട്രാവയലറ്റ് ബി എന്നിങ്ങനെയുള്ള റേസ് ഉണ്ട്. ഈ റേസിന് നമ്മുടെ സ്കിന്നിൽ കുറച്ച് പോസിറ്റീവ് ഇഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് ഇഫക്ട്സും ഉണ്ട്. ഈ പോസിറ്റീവ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ വിറ്റ്ലൈഗോയിൽ അതിനൊരു തെറാപ്യൂട്ടിക് എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ റേസ് കൊണ്ട്. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ലാമ്പുകൾ യൂസ് ചെയ്തിട്ട് ചില പെർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള അൾട്രാവയലറ്റ് കണങ്ങൾ മാത്രം പുറത്തുവിടുന്ന ആർട്ടിഫിഷ്യൽ ലാംപ്സ് ഉണ്ട്. അത്തരം ലാമ്പുകളുടെ സഹായത്തോടെ നമ്മുടെ ഈ എഫക്റ്റഡ് ഏരിയയിലോട്ട് ആ ലൈറ്റ് പതിപ്പിക്കുകയാണ്. അത് അവിടെ
നമ്മുടെ റീപിഗ്മെന്റ് ചെയ്യിപ്പിക്കും. അവിടെ തിരിച്ച് പിഗ്മെന്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് പല രീതിയിലുള്ളതുണ്ട്. ഫോട്ടോതെറാപ്പി ചേംബർ ആയിട്ടുള്ളതുണ്ട്, പാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ടാർഗറ്റഡ് ലൈറ്റ് തെറാപ്പി, എക്സൈമർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതും ബേസിക്കലി ഇതേപോലുള്ള പ്രിൻസിപ്പിളാണ്. ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് നമ്മുടെ സ്കിന്നിലോട്ട് അടിച്ചു കൊടുക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഒരു പാച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിലോട്ട് മാത്രമായിട്ട് ലൈറ്റ് അടിക്കാൻ പറ്റും. അപ്പൊ അവിടെ അതിന്റെ എഫക്റ്റ് വരികയും ചെയ്യും. ബാക്കി നോർമൽ സ്കിന്നിൽ വേറെ ലൈറ്റ് അടിക്കുന്നതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും വരികയുമില്ല. അതാണ് ഫോട്ടോതെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഈ വിറ്റിലിഗോ ഓയിൽ സർജറിയിലേക്ക് നീങ്ങുന്നത്? സർജറീസ് ഒക്കെ എന്തൊക്കെയാ? വിറ്റ്ലൈഗോ സർജറീസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലുള്ള പാച്ചസിൽ അവിടെ മെലനോസൈറ്റ് ഇല്ല, ഈ കോശങ്ങളില്ലല്ലോ. നമ്മുടെ നോർമൽ സ്കിന്നിൽ നിന്ന് നോർമൽ ആയിട്ടുള്ള മെലനോസൈറ്റുകളെ അവിടെ തിരിച്ചു കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ് ഈ സർജറീസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് നമ്മുടെ വേറെ ഏതെങ്കിലും നോർമൽ സ്കിന്നിൽ നിന്നൊക്കെ ഉള്ള, അത് പല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് എല്ലാ പേഷ്യൻസിനും നമ്മൾ പോയി സർജറി ചെയ്യില്ല. കറക്റ്റ് നമ്മുടെ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ. അതുപോലെ ഒരു വിറ്റ്ലൈഗോ ഒരാൾക്ക് വന്നു, ഒരു പാട് വന്നു, അപ്പൊ പോയി സർജറി ചെയ്യില്ല. നമ്മൾ അസുഖം കുറച്ച് നാള് മരുന്നുകളൊക്കെ ഇട്ട് നോക്കി, ഒരു ഡെഫിനറ്റ് പീരീഡ് നോക്കി എങ്ങനെയുണ്ട്, അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ സർജറീസിലോട്ട് പോവുകയുള്ളൂ. വിറ്റ്ലൈഗോ സർജറീസിന് ഒരു കൂടുതലായിട്ട് എടുക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ലിപ്പിൽ വരുന്ന വിറ്റ്ലൈഗോ. കാരണം അത് നമ്മുടെ മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ കുറച്ച് നോക്കും, വെയിറ്റ് ചെയ്ത് മരുന്നൊക്കെ ഇട്ട് നോക്കി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അതിലോട്ട് സർജിക്കൽ ഓപ്ഷൻസ് നോക്കാവുന്നതാണ്. ഓക്കെ മാം, അപ്പം ഈ രോഗമുണ്ടായാൽ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മളത് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ അസുഖം പ്രോഗ്രസ് ചെയ്ത് കൂടുതൽ പാടുകൾ വന്നോ, പിന്നെ അതിലെല്ലാം നമ്മുടെ നോർമൽ പിഗ്മെന്റേഷൻ തിരിച്ചു വരണം. അപ്പം ആ ലെവലിലോട്ട് പോവാതിരിക്കാൻ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ സംശയം വരുമ്പം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുക, ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിറ്റ്ലൈഗോ എന്നുള്ളത് പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾക്ക് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. കുറച്ച് ടൈം എടുക്കും, നമ്മുടെ ഈ പിഗ്മെന്റ് ചെയ്ത് വരാനുള്ള ടൈം എടുക്കും. അപ്പൊ അത് ഒന്ന് ഏത് ട്രീറ്റ്മെന്റ് ആയാലും, നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവട്ടെ, ഫോട്ടോതെറാപ്പി ആവട്ടെ, എല്ലാം കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള സെഷൻസ് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളൊന്ന് ക്ഷമയോടെ ട്രീറ്റ്മെന്റിന് കംപ്ലൈന്റ് ആയിട്ടിരിക്കുക, കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. പിന്നെ വേറെ നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ കയ്യിലൊക്കെ കൂടുതലായിട്ട് പാടുകളുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഇഞ്ചുറികളൊക്കെ ഉണ്ടാകും. ഇഞ്ചുറികളും ട്രോമാസ് ഒക്കെ ആ ഒരു ആക്ടിവിറ്റീനെ കൂട്ടും. അപ്പൊ പുതിയ പാടുകൾ ചിലപ്പോൾ വരാം. അപ്പം പറ്റുന്നത് പോലെ, അത് നമ്മൾക്ക് എന്തുമാത്രം പോസിബിൾ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും കുറച്ച് ട്രോമാസ്, ഇഞ്ചുറീസ് ഒക്കെ വരുന്നതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ അത്തരം ഏരിയാസിൽ പുതിയ പാച്ചസ് വരുന്നതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ മാം, അപ്പം നമ്മൾ ചില കാര്യങ്ങളിൽ പറയും രോഗം വരുന്നതിനേക്കാൾ മുൻപ് ചികിത്സിക്കുന്നതാണ് നല്ലതെന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ വെള്ളപ്പാണ്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അതായത് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ഒരു അസുഖം വരുന്നത് തടയാൻ പറ്റും? അങ്ങനെയില്ല. കാരണം അതൊരു ബേസിക്കലി ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ബോഡിക്ക് അകത്തുനിന്ന് വരുന്നതാണ്. നമുക്ക് അതിൽ ഒരുപാടൊന്നും മോഡിഫൈ ചെയ്യാനില്ല, വരാണ്ടിരിക്കാൻ എന്ന് പറഞ്ഞിട്ടും ഇല്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക, അപ്പൊ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. വരാണ്ടിരിക്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മുടെ ആഹാര രീതികളിൽ എന്തെങ്കിലും ശ്രദ്ധിക്കുകയോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ? ആഹാരത്തിന് ഒരുപാട് റോളൊന്നും വിറ്റ്ലൈഗോയിൽ ഇല്ല. നമ്മൾക്ക് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ് ഈ ഒരു ഏരിയ. ചിലര് പറയാറുണ്ട് ഫുഡ് ഇന്ന ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്, ഇന്ന എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനൊന്നും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള സ്റ്റഡീസോ അങ്ങനെയൊന്നും ഇല്ല. കുറച്ചെങ്കിലും പറയാവുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആന്റി ഓക്സിഡന്റുകളൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുന്നത്, ഫ്രൂട്ട്സ്, നട്ട്സ്, ഫിഷസ്, അതൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ ഈ റീപിഗ്മെന്റേഷനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും. അത്ര മാത്രമേ ആഹാരത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഒരുപാട് നമ്മൾ പഥ്യം നോക്കേണ്ട കാര്യമില്ല. ഇപ്പം ജൂൺ 25 നമ്മൾ വിറ്റ്ലിഗോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിന് പിന്നിൽ ഒരു ചെറിയ കഥ തന്നെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഡേയിൽ മാമിന് എന്താണ് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്? വിറ്റ്ലൈഗോ നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പോഴും ആൾക്കാർ വെച്ച് പുലർത്തുന്നുണ്ട്. നമ്മൾ 2025 ആയി, പക്ഷെ ഇപ്പോഴും വിറ്റ്ലൈഗോ ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാത്ത അസുഖം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട്. ഒരു മെയിൻ മിത്ത് അതാണോ? ഉണ്ട്. ഇപ്പോഴും ഒ പിയിൽ വരുന്ന ചില പേഷ്യൻസ്, അപ്പൊ അവർ ഇതിന് ചികിത്സ ഇല്ലല്ലോ, അല്ലെങ്കിൽ ചികിത്സിച്ചാലും എഫക്റ്റ് ഇല്ലല്ലോ, മാറില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു മെയിൻ ആയിട്ട് വെള്ളപ്പാണ്ടുമായിട്ട് നിലനിൽക്കുന്ന ഒരു മിത്ത് എന്താണ്? അതിന് കൊടുക്കാനുള്ള ഒരു മറുപടി ഡോക്ടറിന് എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട മിത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്, ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ളത്. ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ അത് ഓരോ ആളെയും അനുസരിച്ച്, ആളുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്.
അപ്പം അങ്ങനെ ഒരു നമ്മൾക്കൊരു സംശയമുള്ളപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ട്രീറ്റ്മെന്റിന് വരിക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, അറ്റ് ദ ഏർലിയസ്റ്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് പ്രോഗ്രസ് ചെയ്യാൻ നിൽക്കാതെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വിറ്റ്ലൈഗോ ഒരു പകരുന്ന അസുഖമല്ല. അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മൾ കാണുന്ന ആൾക്കാരിൽ വിറ്റ്ലൈഗോ പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവരെ നമ്മൾ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക, നമ്മുടെ കൂടെ തന്നെ നിർത്തുക. നമ്മളൊരു അകറ്റി നിർത്തേണ്ട അസുഖമല്ല, അതുപോലെ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഒരു അസുഖവുമല്ല, ട്രീറ്റ്മെന്റ് ഉള്ള അസുഖമാണ്. ഓക്കെ. സമൂഹത്തിൽ എനിക്കൊന്ന് ചില സമയങ്ങളിൽ ഇവരെയൊക്കെ ചിലപ്പോഴൊക്കെ അകറ്റി, കാരണം ആ ഒരു സ്കിന്നിൽ വരുന്ന അസുഖങ്ങളോട് പൊതുവേ ഉള്ളൊരു ഒരു അവേഷൻ ഉണ്ട് കുറെ പേർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഉണ്ട്. നമുക്കത് പകരുമോ എന്നുള്ള പേടിയാണ്, അത് മറ്റൊന്നും കൊണ്ടല്ല, അത് നമുക്കും കൂടെ വരുമോ എന്നുള്ളൊരു ആങ്സൈറ്റി കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള അത് ഈ സോറിയാസിസ്, വിറ്റ്ലൈഗോ ഒക്കെ ആ ഒരു ഏരിയയിലോട്ട് ഗ്രൂപ്പിൽ വരുന്ന ഒരു അസുഖമാണ്. എന്നാൽ ഇതൊന്നും ഒരു രീതിയിലും നമ്മൾക്ക് സ്പർശനത്തിലൂടെ പകരുന്നതുമല്ല. അപ്പൊ അങ്ങനെ ആരെയും അകറ്റി നിർത്തേണ്ട കാര്യമില്ല. അത് പകരുന്ന അസുഖവുമല്ല, ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉള്ള അസുഖവുമാണ്. ഓക്കെ മാം. അപ്പം വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ പലർക്കുമുള്ളൊരു അസുഖമാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മളുടെ തെറ്റായ ചിന്തകളെ എടുത്തു മാറ്റി ശരിയായ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെച്ചത് പരുമല സെൻറ്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ നിഖില മാമാണ്. മാമിന് ചേതന FM 90.ൻ്റെ ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പം അടുത്ത ഇതുപോലൊരു സ്പെഷ്യൽ പ്രോഗ്രാമിൽ നല്ലൊരു ഗസ്റ്റുമായിട്ട് വീണ്ടും കേട്ടുമുട്ടും വരെ നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് RJ നക്ഷത്രയാണ്. താങ്ക് യു. ചേതന FM 90.8 പറയൂ കേൾക്കാം, കേട്ടുകൊണ്ടിരിക്കാം.